കുടുംബ ബന്ധങ്ങൾ ഉണ്ടാകുന്ന ശിഥിലമാകുന്ന കുടുംബ ബന്ധങ്ങൾ. അത് തീർച്ചയായിട്ടും ഞാനൊരു കാര്യം വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ എല്ലാ കുടുംബ ബന്ധങ്ങളും അല്ല, ഡിവോഴ്സിന് പക്കം നിൽക്കുന്ന എല്ലാ കുടുംബവും വ്യക്തിപരമായിട്ട് കാരണങ്ങളുണ്ടാകാം, സൈക്കോളജിക്കൽ റീസൺസ് ഉണ്ടാവാം. പക്ഷേ ഈ സൈക്കോളജിക്കൽ റീസൺ അപ്പുറത്തേക്കും ചില തിന്മകളുടെ ശക്തമായ സാന്നിധ്യം പല കുടുംബങ്ങളെയും വേട്ടയാടുന്നുണ്ട് എന്നുള്ളത് കർത്താവ് എനിക്ക് ബോധ്യപ്പെടുത്തി തന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളുടെ കുഞ്ഞിന് വിവാഹം നടക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ വിവാഹ തടസ്സമായിട്ടിരിക്കുന്ന ഒത്തിരി ആളുകൾ ഇവിടെ ഉണ്ട് എന്ന് കർത്താവ് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അതിനൊരു കാരണമുണ്ട്. അപ്പോൾ ഈ മകൻ കൃപയോടുകൂടി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവന് സ്ഥാപിക്കുന്ന ഒരു കുടുംബത്തിലൂടെ സമൂഹത്തിലുണ്ടാകുന്ന മാറ്റം, സഭയിലുണ്ടാകുന്ന മാറ്റം, ഇതിനെക്കുറിച്ച് കർത്താവിന് നന്നായിട്ടറിയാം. അതിനേക്കാൾ കൂടുതൽ നന്നായിട്ട് ആർക്കറിയാം? സാത്താൻ അറിയാം. അപ്പം അതുകൊണ്ട് നമ്മുടെ കുടുംബ ബന്ധങ്ങൾക്ക് നമ്മൾ ഞെട്ടിക്കുന്ന കണക്കുകളാണ് നമ്മുടെ രൂപതകളിലെല്ലാം ഉള്ളത്. ഇന്ന് വിവാഹം കഴിക്കാത്ത ചെറുപ്പക്കാരുടെ എണ്ണം, പ്രത്യേകിച്ച് പുരുഷന്മാരുടെ എണ്ണം കൂടിക്കൂടി വരിക. ഇത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ഈ ഒരു വീട്ടുപേര് വെച്ചുകൊണ്ട് ഒരു മകൾ കല്യാണം കഴിച്ച് അവർ വേറെ വീട്ടിലോട്ട് പോകും. പിന്നെയുള്ള നമുക്കുള്ളത് ആരാണ്? മകനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. കർത്താവേ, ആ മകളിലുള്ള സകല തിന്മകളെയും ഈ നിമിഷം ബന്ധിക്കുന്നു, വിശ്വാസിക്കുന്നു. അഭിഷേകം കൊണ്ട് ഒഴുകട്ടെ, കൃപയൊഴുകട്ടെ. പരിശുദ്ധാത്മാവ് നിറയട്ടെ, പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിട്ടുപോകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. പരിശുദ്ധ പരമാധികാരിണി ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. അപ്പോൾ നമ്മുടെയൊക്കെ കുടുംബത്തിൻ്റെ മേലിൽ ചിലപ്പോൾ വിച്ച് ക്രാഫ്റ്റ് അല്ലെങ്കിൽ തിന്മയെ സന്നിവേശിപ്പിച്ചുകൊണ്ടുണ്ടാകുന്ന ഒത്തിരി വിവാഹ തടസ്സങ്ങൾ അല്ലെങ്കിൽ വിവാഹത്തിനുണ്ടാകുന്ന പ്രതിസന്ധികൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ അടുത്ത നാളിൽ നമ്മൾ ക്രിസ്മസിനോടനുബന്ധിച്ച് ഞങ്ങളൊരു കാഞ്ഞിരപ്പള്ളി ഒരു വീട്ടിൽ പോയതാണ്. നല്ല മിടിക്കൊരു പെങ്കൊച്ചൻ നേഴ്സാണ്, സൗദി ജോലി ചെയ്യുന്നു. അവിടെ അവധിക്ക് വന്നത് കൃത്യം 1 വർഷമായി. അവർ ജോയിൻ്റ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഡിവോഴ്സ്. ഭർത്താവ് എറണാകുളം അടുത്തുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ആ പയ്യൻ്റെ വീട്ടിൽ ഞങ്ങൾ പോയി ഡെലിവറൻസ് ചെയ്തു. ഡെലിവറൻസ് ചെയ്തപ്പോൾ 3 സ്ഥാനമാണ് അവിടെ കുഴിച്ചിട്ടേക്കുന്നത്. മനസ്സിലാവും, അവരറിഞ്ഞിട്ടൊന്നുമില്ല. ആ 3 സ്ഥാനം കർത്താവ് കാണിച്ചു. അതിനെ മാന്താനം പറിക്കാനൊന്നും ഞങ്ങൾ പോകാറില്ല. അവിടെ സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥന ചൊല്ലി അവിടെ വിശുദ്ധ തൈലമൊക്കെ ഒഴിച്ച് ഹന്നാവെള്ളം ഒഴിച്ച് അവിടെ വിടുതൽ നൽകി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അപ്പം അതിനുശേഷം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കാണുന്നൊരു കാഴ്ച ഇതാണ്. ആ കൊച്ചിന് ഇരുണ്ടതാണ്. അപ്പോൾ ഈ ഡെലിവറൻസിൻ്റെ പ്രെയർ അവിടെ ആദ്യം നമ്മൾ ഇതെല്ലാം നിർവീര്യമാക്കി അതിനുശേഷം ഈ കൊച്ചിൻ്റെ ശിരസിലെ കൈവച്ച് അഭിഷേക പ്രാർത്ഥന ചൊല്ലി ഡെലിവറൻസ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കൊച്ചിൻ്റെ മുഖം ഇങ്ങനെ തെളിഞ്ഞ് വരികയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നല്ല മിടുക്കൻ ഒരു സുന്ദരനായ യുവാവായിട്ട് മാറി. ആ ചെറുക്കൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എന്നാ സംഭവിച്ചെന്നറിയാം? ഇവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം ഇവനുള്ള ഗ്ലാമർ ഇല്ലായ്മയായിരുന്നു. പക്ഷെ അവൾ നോക്കിക്കഴിഞ്ഞപ്പം നല്ല സൗന്ദര്യമുള്ള ചെറുക്കനായിട്ട് ആ ചെറുക്കൻ മാറി. എന്തായാലും 2 പേര് സന്തോഷമായിട്ട് സൗദിയിലേക്ക് തിരിച്ചുപോയി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് കരമടിച്ച് മഹത്വപ്പെടുത്ത കർത്താവിനെ. ഇതുപോലെ കർത്താവ് പ്രവർത്തിക്കുന്നു. നമ്മൾ നന്നായിട്ട് തിരിച്ചറിയണം. അപ്പോൾ നമുക്ക് അസാധ്യമെന്ന് തോന്നുന്ന മേഖലകളിൽ ഇങ്ങനെ തിന്മകളുടെ സ്വാധീനം വന്നു കഴിഞ്ഞാൽ, ഇപ്പോഴൊരു കൊച്ചിനെ അവിടെ കൊണ്ടുവന്നതാണ്. പക്ഷേ ആ കൊച്ചിൻ്റെ മേഖലകൾ വളരെ കോംപ്ലക്സ് ആണ്. ഞാൻ പറഞ്ഞ മോനെ പ്രാർത്ഥിച്ച് അതിനുശേഷം നമുക്ക് വീണ്ടും കാണാമെന്നൊക്കെ പറഞ്ഞ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാർ, ഞാനത് പറയാൻ കാരണമാണ്, അപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന ഒത്തിരിയേറെ അസ്വസ്ഥതകളുടെ പിന്നിൽ ഇതുപോലുള്ള തിന്മയുടെ സ്വാധീനമുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞ ആ കുടുംബത്തിൽ അവർക്ക് 13ഉം 15ഉം വയസ്സുള്ള 2 പെൺകുഞ്ഞുങ്ങളുണ്ട്. ഈ 15 വയസ്സുള്ള ഈ കൊച്ചിൻ്റെ അമ്മയാണ് അവധിക്ക് വന്നിട്ട്, അവളുടെ നല്ല ജോലിയുണ്ട്, UK-യിലാണ്. ഇവിടെ വന്നിട്ട് ഒരു അന്യമനസ്സനുമായിട്ട് ലിവിങ് ടുഗദർ. 1 മാസം അവൾ ഇവിടെയായിരുന്നു, വീട്ടിൽ വന്നിട്ടില്ല, മാതാപിതാക്കളോട് സംസാരിച്ചിട്ടില്ല. അവൾ തിരിച്ചു കയറിപ്പോയപ്പോൾ ഭർത്താവ് പറഞ്ഞു, നിന്നെ എനിക്ക് വേണ്ട, പിന്നെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരമ്മയെ വേണം, അതുകൊണ്ട് നിനക്ക് എത്ര നാൾ ഇവിടെ ജീവിക്കാം എന്നൊരു വ്യവസ്ഥയിൽ ഇപ്പം കൊണ്ടു നിൽക്കുകയാണ്. അപ്പോൾ ഇന്നലെ അവിടെ പ്രാർത്ഥന ചൊല്ലിയപ്പോഴാണ് ഞങ്ങളുടെ വണ്ടി ഓട്ടോ ലോക്ക്. മനസ്സിലായാലോ? സാത്താൻ കൃത്യമായി പണി തരും. അതുകൊണ്ട് നിങ്ങളൊക്കെ എൻ്റെ പൊന്നു സഹോദരന്മാരെ ഞങ്ങൾക്ക് വേണ്ടി വല്ലപ്പോഴും ഒന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥന എന്ന് പറഞ്ഞ് ഇത്രയും ചെയ്താൽ മതി.
വിശ്വാസ പ്രമാണം ചൊല്ലി ടോം അച്ഛൻ്റെ നിയോഗങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കുക. എല്ലാ ദിവസവും ഡയറക്റ്റ് ഫൈറ്റാണ്. രാവിലെ ഇറങ്ങുന്നതാണ്. ഞാനിപ്പോൾ 62 വയസ്സായി. എല്ലാ ദിവസവും രാവിലെ ഇറങ്ങി രാത്രി 11 മണിക്കോ 12 മണിക്കോ ആണ് ഞാൻ എൻ്റെ സ്ഥാപനത്തിൽ തിരിച്ചു ചെല്ലുക. ഇനി ചിലപ്പം ഒത്തിരി ദൂരെയാണെങ്കിൽ ഞങ്ങൾ വഴിയിൽ എവിടെയെങ്കിലും, വഴിയിലല്ല റോഡിലല്ല കേട്ടോ, ചിലപ്പോൾ വണ്ടിയിൽ കിടക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്ഥലം നമ്മൾ ക്രമീകരിച്ച് കിടക്കും. പ്രിയമുള്ളവരെ, ഈ ഒരു ശുശ്രൂഷ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഡയറക്റ്റായിട്ട് കർത്താവ് കാണിച്ചു തരുന്നതനുസരിച്ച് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും വിദേശത്തും കർത്താവ് ആവശ്യപ്പെടുന്നതനുസരിച്ച് ശുശ്രൂഷയുമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് ഞങ്ങൾ. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ ഇന്ന് വന്നിരിക്കുന്ന പയ്യനെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ബന്ധനങ്ങൾ എങ്ങനെ, അവനത് പരാതിയില്ല, അതുകൊണ്ടാണ് അവൻ്റെ അനുവാദത്തോടെ പറയുന്നത്. അതായത് മദ്യപാനമായിരുന്നു അടിസ്ഥാന പ്രശ്നം. മദ്യപാനം 7 സ്ഥലത്തെ ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിൽ പോയി ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ ചെറുക്കനാണ്. വിദേശത്ത് നല്ല ഒന്നാന്തരം ജോലി ഉണ്ടാകുന്ന ചെറുക്കനാണ്, നല്ല സുന്ദരനൊരു ചെറുക്കൻ. അവൻ്റെ ഭാര്യ ഒരു സീരിയൽ നടി വരെയാണ്. അപ്പോൾ അതിങ്ങനെ നിൽക്കുന്നു, അതങ്ങനെ അതിൻ്റെ വഴിക്ക് പോകും. അപ്പോൾ ഇപ്പോൾ നമ്മൾ 7 സ്ഥലത്തെ ചികിത്സ കഴിഞ്ഞിട്ടും പിറ്റേ ആഴ്ച കൂടി തുടങ്ങും. മനസ്സിലായല്ലോ? അപ്പോൾ അങ്ങനെയുള്ള പയ്യനായിരുന്നു. അവസാനം വീട്ടുകാരെ എല്ലാവരും സഖിയിട്ട് മടുത്തു. അപ്പോൾ ഇവൻ്റെ ഒരു അമ്മായി ആൻറ്റിയുണ്ട്. അപ്പോൾ ആ സ്കൂളിൻ്റെ ഡെലിവറൻസ് ഞങ്ങൾ ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ ആ സിസ്റ്റർ ആവശ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു അവനെ ഇങ്ങോട്ട് കൂട്ടേക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഈ കൊച്ചൻ വരുമ്പോൾ കഴഞ്ചി വെളിവില്ല, ദൈവാനുഗ്രഹത്താൽ. ഹല്ലേലൂയ. ഒരു ഓട്ടോറിക്ഷയിൽ അവർ പേടിച്ചിട്ട് കയറ്റി വിട്ടേക്കുക. ഇവരുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. കാരണം ദിവസം 2 ലിറ്റർ മദ്യമാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ആഹാരം വേണ്ട, എന്തൊരു ലാഭം അല്ലേ? 2 ലിറ്റർ കുടിച്ചുകൊണ്ടിരിക്കുന്ന ചെറുക്കനെ അവസാനം ഇങ്ങനെ ഈ മദ്യം മാത്രം കുടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പേടിയായതുകൊണ്ട് ഇവിടെ കിടന്ന് ചത്തുപോയെന്ന് പേടിച്ചിട്ട് അവർ ഓട്ടോറിക്ഷ കയറ്റി വിട്ടതാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ സെൻറ്ററിൽ വന്നു. 9 മാസക്കാലം ഞങ്ങളുടെ കൂടെ ആദ്യം ഞങ്ങൾ പ്രാർത്ഥനിക്കുന്ന കൂട്ടുകലായിരുന്നു. എന്നുവെച്ചാൽ ഡെലിവറൻസിനെ പ്രേയർ പ്രത്യേകിച്ച് എന്നിട്ട് നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്നത്. ഇപ്പോഴും അവനാണ് എന്നെ കൊണ്ട് ഇന്നലെ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്ന് ആ കൊച്ചൻ്റെ ജീവിതത്തിൽ ഇന്നലെ ഞാൻ ഷെയർ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം ഇതാണ്. ഇന്ന് നിങ്ങൾ മദ്യം അവൻ്റെ വായിൽ ഒഴിച്ചു കൊടുത്താൽ അത് തുപ്പിയിട്ട് വായും കൂടെ കഴുകിയിട്ടേ അവൻ തിരിച്ചു കയറുള്ളൂ. ഹല്ലേലൂയ. മദ്യപാനിയെ ഞാൻ ഒന്ന് കൈയടിച്ചു, കർത്താവിനെ മഹത്വപ്പെടുത്ത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മളൊരു ഇതാണ് സത്യം. അപ്പോൾ ദൈവം ഇടപെടുമ്പോൾ ഒരു ജീവിതത്തെ കർത്താവ് പിടിച്ചു മാറ്റി വെച്ച് കഴിയുമ്പോൾ ഇന്ന് ആ കൊച്ചൻ പ്രാർത്ഥനയുടെ ഒരു പ്രതീകമായിട്ട് മാറി. അപ്പോൾ ഞങ്ങൾ ഈ ഇടയ്ക്ക് ഒരു വേറെ മദ്യപാനിയെ പൊക്കി എടുത്തുകൊണ്ട് ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന് ആശുപത്രി കൊണ്ടാക്കി. അന്നേരം ഈ ചെറുക്കനെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ഇയാളെ പൊക്കിക്കൊണ്ടുപോകാൻ ബോധം ലെവലേശം ഇല്ല. 2 ലിറ്റർ പെർ ഡേ മദ്യം, 2.5, 3 ഒക്കെ. ഇതുപോലുള്ള വീടുകളാണ്, കേസുകളാണ് നമ്മൾ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നമ്മളിതെല്ലാം പൈശാചിക ബന്ധനമാണ്. ഈ കൊച്ചൻ വന്നു കഴിഞ്ഞപ്പോഴത്തിൽ ഞങ്ങൾക്കൊരു ചെറിയ പരിപാടിയുണ്ട്. നമ്മൾ പറയും ചിലതൊക്കെ കൈവശം എന്നൊക്കെ പറയുന്ന സാധനമുണ്ട്. ഉണ്ടോ? ഇല്ല. ഉറപ്പുണ്ടല്ലോ? നല്ല കാര്യം. ഉറപ്പുള്ള ആളുകൾ ധൈര്യമായിട്ടിരിക്കുക. അച്ഛനെ കൈവശം വെക്കുമോ? അച്ഛന് കൈവശം വെക്കുമോ? ഒരു പുരോഹിതന് കൈവശം വെക്കുമോ? ഇതിനെങ്കിലും വിളിച്ചിരിക്കുന്നു. ഉറക്കെ പറഞ്ഞോ, വെക്കുമോ? ഇല്ല. എല്ലാ ദിവസവും ഖുർആൻ അർപ്പിക്കുന്ന വൈദികനാണ്, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന വൈദികനാണ്. അങ്ങനെയുള്ള പണി കേൾക്കുമോ? ഇല്ല. എന്നാൽ ഒന്നാന്തരമായിട്ട് പണി കിട്ടിയ ഒരു വൈദികനാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കരമുയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്നാന്തരം പണി കിട്ടി 10 വർഷം കടന്ന് സ്ട്രഗിൾ ചെയ്തു. പറഞ്ഞാൽ വിശ്വസിക്കുമോ? 10 വർഷം കടന്ന് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ അതിനകത്തുനിന്ന് പുറത്തിറങ്ങിയത്. കാരണം ഞാൻ 2000 ഈ സ്ഥാപനം ആരംഭിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അവിടെ 2 കുട്ടികളെ നമ്മൾ ഒരു സെക്യുലർ ഫീൽ കൊടുക്കാൻ വേണ്ടി 2 പിള്ളേരെ എടുത്തിരുന്നു. അതിലൊരാൾ ഞാനിപ്പം കുറ്റപ്പെടുത്തുകയല്ല, മാതാമൃതാനന്ദമയുടെ വലിയ ഭക്തനായിരുന്നു. ഈ പയ്യൻ്റെ വീട്ടിൽ ചെന്ന് ഒരു ചായ കുടിച്ചതാണ് പണി കിട്ടി. 10 വർഷം എൻ്റെ ജീവിതത്തിലെ പ്രീസ്റ്റ് ലൈഫിൻ്റെ അകത്ത് ഞാൻ കിടന്ന് സഹിച്ചതിനോ എവിടെല്ലാം ചെന്ന് കൊടുന്നു അതെല്ലാം പരാജയം. മനസ്സിലായല്ലോ? വളരെ ഉന്നതമായ നിലയിൽ എത്താവുന്ന അച്ഛനാണ്. അച്ഛൻ ഇപ്പോഴും വചനപ്രഘോഷകനാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നേ ഉള്ളൂ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പക്ഷേ ഇന്ന് അച്ഛൻ അഭിമാനിക്കുന്നത് ഇങ്ങനെ ഒരു വൈദികനാകാൻ പറ്റിയതിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്ഥാനമാനങ്ങൾ എനിക്കൊരു വിഷയമല്ല. പിതാവ് പല ഓഫറും തന്നു. ഞാൻ പറഞ്ഞ പിതാവേ, ഒരു 100 താഴെയുള്ള ഒരു ഇടവകയുണ്ടെങ്കിൽ ഞാൻ എടുത്തോളാം. അങ്ങനെയുണ്ട്. നമ്മളിന്ന് ഫൊറോനകളും വലിയ ഫൊറോനകളും ആഗ്രഹിക്കുന്ന വൈദികരുടെ ജീവിതത്തിൽ നിന്നും ഞാൻ പിതാവിനോട് ചോദിച്ചൊരു ചോദ്യം ഇതാണ്: പിതാവേ, 100 താഴെ വീടുകളുള്ളൊരു ചെറിയ ഇടവക. അപ്പോൾ എനിക്ക് അവരെ അറിയാൻ പറ്റും, അവർക്ക് എന്നെ അറിയാൻ പറ്റും, ഞങ്ങൾക്ക് സ്നേഹമായിട്ട് ജീവിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു ഇടവക തരാമെങ്കിൽ എടുത്തോളാം. അപ്പോൾ പിതാവ്, ഞങ്ങളുടെ തറപ്പിതാവ് പറഞ്ഞു, തോമസ് അച്ഛാ, അത് എനിക്ക് വേണ്ടി ആക്കിയതല്ലേ, എനിക്കിട്ട് ആക്കിയതല്ലേ. അപ്പോൾ ഇങ്ങനെ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഉള്ള അച്ഛന്മാരെല്ലാം പറയും, തോമസ് എന്നെ അവിടെ കൊണ്ട് തട്ടിയത്
ഇല്ലാതാക്കാൻ വേണ്ടിയാണോ, ഇത് ശിക്ഷയ്ക്കാണോ എന്ന് പറയും. അതുകൊണ്ട് ഇങ്ങനെ ധൈര്യമായിട്ട് പൊക്കോളാൻ പറയും. ആ അനുവാദത്തിന് പുറത്താണ് ഇന്ന് ഓടി നടന്ന് ഈ ശുശ്രൂഷ ചെയ്യുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങനെ 8 വർഷം, ഞാൻ പറഞ്ഞില്ല 10 വർഷങ്ങൾ സ്ട്രഗിൾ ചെയ്തു. പിന്നെ അതിൻ്റെ കടന്ന വഴികളൊന്നും തൽക്കാലം ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇത് ഉണ്ടാകാം എന്നുള്ളത് തിരിച്ചറിയാം. അപ്പോൾ ഇന്ന് ഒത്തിരിയേറെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ, PG പഠിക്കാൻ അല്ലെങ്കിൽ MBBS കഴിഞ്ഞിട്ട് PG പഠിക്കാൻ വരുന്ന വീട്ടിലാരുണ്ട്. അവർക്കൊന്നും പഠിക്കാൻ പറ്റുന്നില്ല, തലയ്ക്കകത്തൊന്നും കയറുന്നില്ല. അങ്ങനെയുള്ള കുട്ടികളുടെ ഇടയിലൊക്കെ ഇങ്ങനെയുള്ള സ്വാധീനങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ പല പ്രൊഫഷണൽ, നാഷണൽ ലെവലിലെ പല പ്രൊഫഷനിലും പോകുന്ന ഒത്തിരിയേറെ കുട്ടികളുടെ ഇടയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ കർത്താവിൻ്റെ നാമത്തിൽ ചെറിയൊരു പരിപാടിയാണ്. കുർബാനയെ വെച്ച് വ്യഞ്ചരിച്ച വെറും തേയില മനസ്സിലായി, പാക്കറ്റായിട്ട് തന്നെ നമ്മളവിടെ വെച്ച് കുർബാനയെ വെച്ച് വ്യഞ്ചരിച്ച് പ്രാർത്ഥിച്ച്, എന്നിട്ട് ആ തേയില കടുംചായയായിട്ട് രാവിലെ ഒന്ന് വെറും വയറ്റിൽ വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് ഒന്ന് കുടിച്ചു കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് നേരത്തേക്ക് ചെറിയൊരു ബഹളമൊക്കെ ഉണ്ടാകും. ഒന്നീ താഴെക്കൂടെ പോവും, അല്ലേ വായിക്കൂടെ പോവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ഞാനത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ആ ശുശ്രൂഷ ചെയ്ത് കഴിയുമ്പോൾ തിന്മയുടെ സ്വാധീനം എന്നെ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇത് എന്നെ ഒരു വല്യച്ഛനാണ്, കോട്ടൻ്റെ ഒരു വല്യച്ഛനാണ് എന്നെ പഠിപ്പിച്ചതും. അതുകൊണ്ട് അന്ന് തൊട്ട് ആ ശുശ്രൂഷ ഞാൻ തുടരുന്നുണ്ട്. അതുകൊണ്ട് ഇനി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്നെ തേയില തരാമെന്നുണ്ടെങ്കിൽ കുർബാനയെ വെച്ച് വ്യഞ്ചരിച്ചിട്ട് പിന്നെ തരാം. ഒരു 3 ദിവസം അത് കഴിഞ്ഞ് നിങ്ങളത് ഉപയോഗിച്ചു, നിങ്ങളുടെ പ്രശ്നം തീരും. അവിടെ ഇവിടെയും പോയി എന്നോട് ആദ്യമേ ഇങ്ങനെ പ്രശ്നങ്ങളുടെ സമയത്ത് ഒരു വൈദികൻ തന്നെ എന്നോട് പറഞ്ഞു, ടോസേ, താൻ ഇത്രയും പൊട്ടൻഷ്യലുള്ള മനുഷ്യനാണ്, താൻ ഇങ്ങനെ കിടന്ന് നശിക്കേണ്ട ആവശ്യമില്ല. തനിക്ക് ഞാനൊരു സ്ഥലം പറഞ്ഞു തരാം. പറഞ്ഞതൊരു അമ്പലത്തിൻ്റെ പേരാണ്. അച്ഛനെ ഞാൻ തല്ലിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് അതിനുശേഷം പറയുന്നതാണ്, അവിടെ അത് രാവിലെ 4 മണിയാകുമ്പോൾ ചെല്ലാം, നിങ്ങൾക്ക് വണ്ടി ഉണ്ടല്ലോ, അവിടെ ചെന്നിട്ട് അവിടെ എന്തോ ഒരു കത്തളിപ്പഴ വേദനയോടെ നേർച്ച കൊടുക്കണം. എന്നിട്ട് ആ പഴം എടുത്ത് തരും. എന്നിട്ട് അത് കഴിച്ച് കഴിയുമ്പോഴത്തേനും ഇങ്ങനെ ഛർദ്ദിച്ച് ചെയ്യുമ്പോൾ പ്രശ്നമൊക്കെ തീരും. അപ്പം ഞാൻ എടുത്തു വായിൽ അച്ഛനോട് പറഞ്ഞ ഒറ്റ മറുപടി ഇത്രയേ ഉള്ളൂ, കർത്താവ് ഈ പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കർത്താവ് അല്ലാതെ വേറെ ദൈവമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് കർത്താവ് എന്ന് എനിക്ക് സൗഖ്യം തരുന്നു അന്ന് എനിക്ക് സൗഖ്യം മതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പക്ഷേ വർഷം 10 എടുത്തു കേട്ടോ. മറ്റേ ഷോർട്ട് കട്ടാന്ന് വിചാരിക്കും, പക്ഷേ ഷോർട്ട് കട്ടല്ല. അപ്പോൾ അങ്ങനെ പോയി ഷോർട്ട് കട്ട് എടുത്തിട്ട് ആളുകൾ അവസാനം എൻ്റെ അടുത്ത് വന്ന് മുട്ടുകുത്തിയിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഷോർട്ട് കട്ട് എടുത്ത ആളുകളെ പിന്നെ മോചിപ്പിക്കണേ വലിയ പാടാണ്. അതുകൊണ്ടാണ് പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ ഞാൻ പറയുന്നത്, പ്രത്യേകിച്ച് നമ്മൾ നിങ്ങളുടെ ഒരു ദേശത്ത് ഹിന്ദു ഡോമിനേഷൻ ഒത്തിരിയുണ്ട്, ഒത്തിരിയേറെ അമ്പലങ്ങളുണ്ട്. ഇവിടെ വളരെ പ്രശസ്തമായിട്ടുള്ള അമ്പലങ്ങളുള്ള സ്ഥലമാണ് ഈ ചാലക്കുടി, ഇരിഞ്ഞാലക്കുട, തൃശ്ശൂർ, പിന്നെ പാലക്കാട് വരെ. പാലക്കാട് അതിൻ്റെ വലിയ കേന്ദ്രമാണ്. അതുകൊണ്ട് ഇവിടെയൊക്കെ പോയി ശുശ്രൂഷ മേടിക്കുന്ന ആളുകൾ ഒരുപക്ഷെ ഇവിടെ ഇരിപ്പുണ്ടാവാം. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, കർത്താവിന് നിങ്ങളെ സുഖപ്പെടുത്തുക അസാധ്യമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ നന്നായിട്ട് തിരിച്ചറിയാം. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, എനിക്ക് ഇന്ന് ബോധ്യം ഓരോ ദിവസവും കൂടി വരികയാണ്. നമ്മളൊരു വീട്ടിൽ പോയി ഡെലിവറൻസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്, ഞാൻ അവരുടെ ദൈവങ്ങളുടെ പേരൊന്നും പറയുന്നില്ല, എല്ലാവരും ഇറങ്ങി പോകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വീടുകളിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്കുണ്ടാകാത്ത, എൻ്റെ ഇച്ചിരി നീളമുള്ള മൂക്കായതുകൊണ്ട് എൻ്റെ മൂക്കിനകത്ത് കർത്താവ് തരുന്നത് ദുർഗന്ധമാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെയുള്ള വീടുകളിൽ ചെല്ലുമ്പോൾ കർത്താവ് തരുന്നത് ദുർഗന്ധമാണ്. അപ്പോൾ ഈ ദുർഗന്ധം തിരിച്ചറിയുമ്പോൾ നമുക്കറിയാം അവിടെയുള്ള പ്രസൻസ് ആരുടെയാണെന്ന്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥന ഉപയോഗിച്ച് ഡെലിവറൻസ് കഴിയുമ്പോൾ അവിടെ നിന്ന് ദുർഗന്ധം വിട്ടുപോകും. അപ്പം അതിനുശേഷം പിന്നീട് അവിടേക്ക് പതുക്കെ സുഗന്ധം കടന്നു വരാൻ തുടങ്ങും. അപ്പോൾ ചിലപ്പോൾ ആദ്യം വരുന്നത് മുല്ലപ്പൂവിൻ്റെ സുഗന്ധമായിരിക്കും. ആടെ ആയിരിക്കും? ഉറക്കെ പറ, പരിശുദ്ധ അമ്മയുടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളുടെ ഭവനത്തിലേക്ക് മാതാവോ യൗസേപ്പിതാവോ വിശുദ്ധരോ അല്ലെങ്കിൽ ഈശോയുടെ സാന്നിധ്യമോ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമോ ഉണ്ടെങ്കിൽ വ്യത്യസ്തമായ മണങ്ങളാണ്, സുഗന്ധം. മനസ്സിലായല്ലോ? അതേസമയം എവിടെ ദുർഗന്ധമുണ്ടോ അവിടെ എന്തുണ്ട്? തിന്മയുടെ സാന്നിധ്യമാണ്. അപ്പോൾ ആ തിന്മയുടെ സാന്നിധ്യത്തെ സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥന ഉപയോഗിച്ച് ബഹിഷ്കരിച്ചു കഴിഞ്ഞാൽ അത് വിട്ടുപോകുന്നത് കാണാൻ പറ്റും. നോക്കണ്ട, അത് അത്ര ആകർഷകമൊന്നുമല്ല. പക്ഷേ അതിനുശേഷം ആ വീട്ടിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഒരു സ്ഥിരം അടി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ചേട്ടനും ചേച്ചിയും പിന്നെ ഭയങ്കര സ്നേഹമായിരിക്കും. മനസ്സിലായല്ലോ? അല്ലെങ്കിൽ മക്കൾ തോന്നിയ മാസം ജീവിച്ചിരുന്ന കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ പോലും പെട്ടെന്ന് മാറ്റമാണ്. ഇതാണ് ദൈവം കടന്നു വന്നു കഴിയുമ്പോൾ നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം. അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, വിച്ച് ക്രാഫ്റ്റ് ഓൺ മാരേജ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, അതിനെ നമ്മൾ ബഹിഷ്കരിക്കണം. ബഹിഷ്കരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ തീരുകയും ചെയ്യും. നമ്മുടെ സമയം തീരുകയും. ഇനി അടുത്തത് ബ്ലോക്ക് ആൻഡ് ഡിലേസ്. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഇങ്ങനെ ഒരു കാര്യവും സമയത്ത് നടക്കുകയില്ല, എപ്പോഴും ഇങ്ങനെ ഡിലേഡായി ഇങ്ങനെ പോവുകയാണ്.
അപ്പം അങ്ങനെയുള്ള മേഖലകളും പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ ഞാൻ പറയും, ശക്തമായ പ്രാർത്ഥന സഭയോട് ചേർന്ന് കൂദാശകളോട് ചേർന്നുള്ള ജീവിതം നയിച്ചു കഴിഞ്ഞാൽ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ വിടുതൽ തരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഡിലേ വരുന്നതിൻ്റെ കാരണം എന്താണ്? നമ്മുടെ വീട് ഓൾറെഡി പൊസസ്ഡാണ്. പൈശാചിക ശക്തിയുടെ സ്വാധീനം കൊണ്ട് പൊസസ്ഡായ ഭവനങ്ങളിലാണ് ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാവുക. അപ്പം അതുകൊണ്ട് ഈ തടസ്സങ്ങളും ഡിലേ ഒക്കെ, കല്യാണ തടസ്സം അല്ലെങ്കിൽ പഠന തടസ്സം ഒക്കെ ഉണ്ടാകാം. ഇനി അതുപോലെ ചിലപ്പോഴൊക്കെ ഉണ്ടാകുന്ന ഡിലേയുടെ പിന്നിൽ ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് ഒരു പള്ളിയിലെ ശുശ്രൂഷ കഴിഞ്ഞ് അവിടുത്തെ മദർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ചേട്ടൻ്റെ മകളെ ഒരു പഠനത്തിന് അയക്കാൻ വേണ്ടി ഒരുങ്ങുന്നുണ്ട്, പക്ഷേ അത് ആ കൊച്ച് എന്ത് എന്ന് അപ്ലൈ ചെയ്താലും ഇവർക്ക് അഡ്മിഷൻ കിട്ടുകയില്ല, എന്തെന്ന് അപ്ലൈ ചെയ്താലും അഡ്മിഷൻ കിട്ടുകയില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം വേറെ ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു, വെച്ചാൽ എൻ്റെ മോള് 9.6% സ്കോറുള്ള കൊച്ചാണ്, എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ കൊച്ചിന് അവിടെ കൂടെയുള്ള പിള്ളേരെല്ലാം ജോലി കിട്ടി, ക്യാമ്പസ് ഇൻ്റർവ്യൂവിനകത്താണ് ജോലി കിട്ടി. ഇവിടെ എല്ലായിടത്തും പോയി ഇൻ്റർവ്യൂ അപ്പിയർ ചെയ്യും, ഏറ്റവും ടോപ്പാണ്, മിടിക്കുകയാണ്, എല്ലാം ഉത്തരം പറയും, പക്ഷേ ജോലി മാത്രം കിട്ടുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അവൾ നിരാശയായിട്ട് ചിലപ്പോൾ ഇച്ചിരി ഒരു സൂയിസൈഡൽ ടെൻഡൻസി വരെ കാണിക്കുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അമ്മ കരഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്. അപ്പോൾ ഈശോ പറഞ്ഞു, അപ്പം ഞങ്ങൾ ആ വീട്ടിൽ ചെന്നു, പ്രാർത്ഥിക്കാൻ വേണ്ടി ചെന്നു. അതിനുശേഷം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും കർത്താവ് ഒരു സന്ദേശം തന്നു. ഞാൻ മോളെ കൊച്ചിനെ ഇങ്ങനെ അടുത്ത് വിളിച്ചു. ഞാൻ പറഞ്ഞു, മോളുടെ സ്കോർ എത്ര? 9.6. അപ്പം ഞാൻ പറഞ്ഞു, മോൾക്ക് അഡ്മിഷൻ കിട്ടാത്തതിനകത്ത് ഭയങ്കര വിഷമമല്ലേ? അതെ. അപ്പോൾ അവൾ കരയാൻ തുടങ്ങി. അപ്പോൾ അവളിങ്ങനെ ഞങ്ങളടിച്ച് കരയാണ്. അതിനുശേഷം ജോലി കിട്ടാത്തതിനകത്ത് ഭയങ്കര സങ്കടമല്ലേ? പക്ഷേ ഞങ്ങളുടെ കോളേജിൽ ഏറ്റവും മണ്ടി എന്ന് പറഞ്ഞ പിള്ളേർക്ക് പോലും ക്യാമ്പസ് സെലക്ഷൻ കിട്ടി, ജോലി കിട്ടി, എനിക്ക് മാത്രം ജോലിയില്ല. ഞാനുണ്ടെ അവളുടെ തോളത്തും തട്ടി പറയും, നീ ഒരു പൊട്ടിയാടി, കർത്താവ് നിനക്ക് വേണ്ടി കാണിക്കുന്നത് IIT ആണ്, മനസ്സിലായാലോ? PG ചെയ്യാൻ വേണ്ടി ഇവൾ IIT-യിലേക്ക് പോകണം, അതാ കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇത് പറഞ്ഞപ്പോഴത്തേനും ഈ കൊച്ചിന് മോഹം അങ്ങോട്ട് സൂര്യനെ പോലെ തിളങ്ങാൻ തുടങ്ങി. അവൾ ആഗ്രഹിച്ചിരുന്ന കാര്യമാണ്, അവിടെ മനസ്സിൽ ഈ ചിന്ത കിടപ്പുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും അവൾ ആ വീട്ടിൽ പറഞ്ഞിട്ടില്ല. അവിടെ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, വെച്ചാൽ ഇതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം, ഇടി പൊട്ടി നിനക്ക് വേണ്ടി കർത്താവ് അതാ വെച്ചിരിക്കുന്നത്, നീ എൻട്രൻസ് അങ്ങോട്ട് ഒരുങ്ങുക, അത് കഴിയുമ്പോൾ നല്ല അഡ്മിഷൻ കർത്താവ് ശരിയാക്കി തരും, നീ ഏറ്റവും ടോപ്പ് ലെവലെത്തും, കർത്താവ് കാണിക്കുകയാണ്. അതുകൊണ്ട് നീ വിഷമിക്കൊന്നും വേണ്ട, അതുകൊണ്ട് ഇന്നുകൊണ്ട് കലിച്ച് നിർത്തിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് തലവെള്ളമൊക്കെ കൊടുത്ത് സമാധാനം വെച്ചു. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ കൊച്ചിനെ അതിനുവേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഷുവറാണ്, അവർക്ക് അഡ്മിഷൻ കർത്താവ് കൊടുക്കും, ഏറ്റവും ബെസ്റ്റായിട്ട് അവൾ ട്രെയിൻ ചെയ്തിറങ്ങും. ഒരു പക്ഷേ വലിയ കമ്പനികളുടെ ഏറ്റവും ടോപ്പ് ലെവലിലൊക്കെ ഈ കൊച്ചെത്തേണ്ടതാണ് ആ കുട്ടി. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, നമ്മൾ പലപ്പോഴും ചില ബ്ലോക്കുകളെ തിന്മയുടെ കാര്യമായിട്ട് കാണരുത്. അപ്പോൾ കർത്താവ് ആഗ്രഹിക്കാത്ത മേഖല കുഴിക്കാത്തോട്ട് കീഴാൻ വേണ്ടി നമ്മളിങ്ങനെ ഒരുങ്ങുമ്പോൾ കർത്താവ് നമ്മളെ കുടിയിലേക്ക് വിടുവോ? ഇല്ല. അപ്പോൾ ഈ കൊച്ചിനെക്കുറിച്ച് കർത്താവിനൊരു സ്വപ്നമുണ്ടെന്നേ, ആ സ്വപ്നമനുസരിച്ച് അവൾ ഉയർത്തിയെടുക്കാൻ വേണ്ടി കർത്താവ് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ വീണ്ടും ഇവിടെയുള്ള ലോക്കൽ എഞ്ചിനീയറിംഗ് കോളേജ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തള്ളിക്കൊണ്ടിരിക്കുക, അത് ചെയ്യരുത്. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതം നമ്മൾ കർത്താവിനോട് ആലോചന ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് കർത്താവ് പറഞ്ഞു തരും. അപ്പോൾ ഈ കൃത്യമായി പറഞ്ഞു തരുമ്പോൾ നമ്മൾ ആ മേഖലയ്ക്ക് തിരിഞ്ഞു കഴിഞ്ഞാലോ തടസ്സമെല്ലാം മാറും. എത്ര കേസുകൾ പറയാൻ പറ്റും. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ അവൻ തിരിച്ചറിയും. നമ്മുടെ സമയം ഇവിടെ തീരാൻ പോകണം. അതുകൊണ്ട് പെട്ടെന്ന് എന്നെ സ്പീഡപ്പ് ചെയ്യണം. അടുത്തത് തെറ്റായ പ്രണയബന്ധങ്ങൾ. അപ്പോൾ അത് വളരെ കർത്താവ് ഇഷ്ടപ്പെടാത്ത ഒരു മേഖലയാണ്. തിന്മകളുടെ സ്വാധീനമാണ് അതിൻ്റെ പ്രകടമായ തെളിവാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരാഴ്ച മുമ്പാണ് ഒരു അച്ഛൻ ഒരു MCBS അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, വെച്ചാൽ ഒരു കുടുംബത്തിൻ്റെ ഒരു ഫ്രണ്ടാണ് വലിയൊരു ക്രൈസിസിലൂടെ കടന്നു പോവുകയാണ്. ആ ഒരു കൊച്ച് അവളെ വിദേശത്ത് പഠിക്കുന്നു, ജോലിയായി. അപ്പോൾ അവിടെ ഒരു പ്രശ്നം ഇതാണ്, അവൾക്കൊരു ഹിന്ദു അല്ല ഒരു അന്യമതസ്ഥനുമായിട്ട് പ്രണയമാണ്. അവൾ ഓൾറെഡി ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഇതാണ് സിറ്റുവേഷൻ. അപ്പോൾ ഈ വീട്ടിലെ മൂത്ത മകൻ്റെ കല്യാണമായിട്ടുണ്ട്. മൂത്ത മകൻ ഇപ്പോൾ അവിടെ വന്നിട്ടുണ്ട്. ഈ കൊച്ച് ഓൾറെഡി പ്രീ രജിസ്ട്രേഷൻ നടത്തിയിട്ട് അവളെ നാട്ടിൽ വരുമ്പം ചേട്ടൻ്റെ കല്യാണത്തിൻ്റെ കൂടെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി കൊണ്ടിരിക്കുക. അപ്പോൾ ആ ഭർത്തര ആത്മീയതയുള്ള നല്ല കൃപയുള്ളൊരു ഭവനമാണ്. അപ്പോൾ എന്തായാലും ഞങ്ങളൊരു ശുശ്രൂഷ കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, വരുമ്പോൾ ഞങ്ങൾ ലേറ്റ് ആവും, ഒരു 10:11 ആയുള്ളൂ. അതേ സമയമൊന്നും ആയില്ല. അച്ഛന്മാരുമല്ലോ ഈ സമയത്തല്ലോ വീട്ടിൽ ചെന്ന് കയറുമോ, നാട്ടുകാർ എന്തെല്ലാം പറയും, ഞങ്ങളുടെ സമയം എങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ 3 ശുശ്രൂഷ കഴിഞ്ഞിട്ടാണ് വരുന്നത്, എന്നാലും നിങ്ങൾക്ക് വളരെ അടിയന്തരമായതുകൊണ്ട് ഞങ്ങൾ വരാം. ഈ സമയത്ത് വന്നാൽ നിങ്ങൾക്ക് തടസ്സമുണ്ടോ? ഇല്ല അച്ഛാ, ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്ക് ഇവിടെ ഉറങ്ങാൻ പറ്റുന്നില്ല, വീട്ടിൽ പ്രാർത്ഥനയില്ല, ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, മൂത്ത മകൻ്റെ കല്യാണം എപ്പോഴും മൂക്കിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇതാണ് സിറ്റുവേഷൻ. പ്രിയമുള്ളവരെ, ഞങ്ങളവിടെ ചെന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം ചില സാധനങ്ങളൊക്കെ ഉണ്ട് വെഞ്ചരിച്ചത്, ഇതെല്ലാം ഞാനവിടെ കൊടുത്തു. പിറ്റേ ദിവസം ചൊവ്വാഴ്ച വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളവിടെ പോയി ഡെലിവറൻസ് ചെയ്തു. അന്ന് പാതിരായപ്പം കാനഡ എന്നൊരു കോള്, അമ്മേ വീട്ടിലോട്ട് വിളിക്കാത്തവളാണ്.
1-2 ആഴ്ചയായിട്ട് അമ്മയെ വിളിച്ചിട്ടില്ല. കാരണം ഇതിൻ്റെ പ്രശ്നത്തിൻ്റെ പേരിൽ അമ്മയും മകളും കൂടെ വഴക്കുണ്ടാക്കി. ഇവർ നടക്കുകയില്ലെന്ന് പറഞ്ഞു, അപ്പനും പറഞ്ഞു. അതുകൊണ്ട് വീട്ടിലേക്കുള്ള ഫോൺ കോളെല്ലാം കട്ട് ചെയ്തിട്ട് പെണ്ണ് നിർത്തിക്കുക. പാതിരയായപ്പോഴത്തേനും അവിടുത്തെ പകലാണല്ലോ. അപ്പോൾ അവിടെ നിങ്ങോട്ടൊരു വിളി, നിങ്ങളെവിടാ പ്രാർത്ഥിക്കാൻ പോയത്? ഞങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞാലിത് പറയരുത്, കാരണം ആ കൊച്ച് ഈ വീട്ടിൽ വന്നെന്ന് കയറണം. കാരണം നമ്മൾ പ്രത്യേകിച്ച് ആ കൊച്ച് താമസിക്കുന്ന മുറി, അവിടെ ബെഡ്, അവിടെ ജനൽ, കതക് എല്ലാം ബന്ധിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ വന്നൊന്ന് കയറിയെങ്കിൽ മാത്രമേ ഇവിടെ ഉള്ളിലുള്ള പൈശാചിക ശക്തി ഈ കൊച്ചിനെ വിട്ടുപോകുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഒന്നും പിണങ്ങരുത്, എങ്ങനെയെങ്കിലും സോപ്പിട്ട് അവളെ ഇവിടെ വീട്ടിലെത്തിക്കണം. അത് കഴിഞ്ഞ ശേഷം പിന്നെ എല്ലാം നോർമലായിക്കോളും. നമ്മൾ പ്രാർത്ഥിച്ചതേ ഉള്ളൂ. അന്ന് രാത്രി അവർക്ക് ഉറക്കമില്ലാതായി, രാത്രിയും പകൽ കിടന്ന് വഴക്കായി. ചുരുക്കം പറഞ്ഞാൽ ഇവിടെ കാമുകനുമായിട്ട് സംസാരിച്ച് 2 ദിവസം കൊണ്ട് കർത്താവ് അവരെ 2 ധ്രുവങ്ങളിലാക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പെണ്ണ് പറഞ്ഞു, വെച്ചാ നിങ്ങൾ എവിടെ പ്രാർത്ഥിക്കാൻ പോയത്? ഏതച്ഛനെ കൊണ്ടുവന്നാ വീട് വ്യഞ്ചരിപ്പിച്ചത് എന്ന് പറഞ്ഞ് ബഹളം വെച്ചവള് ഇപ്പം ശാന്തമായിട്ട് പറഞ്ഞു, അമ്മ ഞാൻ ആ ബന്ധം ശരിയാവല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഏതാ ഒരുമിച്ച് ജോയിൻ ആപ്ലിക്കേഷൻ കൊടുത്തത് ഓൺലൈനിൽ അവിടുന്ന് ഓൺലൈനിൽ ഒപ്പിട്ട് കൊടുത്തവളാണ്. ഇപ്പം നാട്ടിൽ വന്നപ്പം അവൾക്ക് കല്യാണം വേണ്ട, ചെറുക്കനെ വേണ്ട. ഹല്ലേലൂയ. ഇതാ കർത്താവിൻ്റെ ശൈലി. അപ്പം നമ്മൾ അവിടെ ഇവിടെ നിന്ന് കിടന്ന് ഓടേണ്ട ആവശ്യമില്ല. സഭയുടെ അധികാരമുള്ള കർത്താവ് കൃപ കൊടുത്തിരിക്കുന്ന വൈദിക ധാരാളം സഭയിലുണ്ട്, തിരിച്ചറിയുക. അപ്പോൾ നമ്മുടെ ഇവിടെ തന്നെ കൃപയളച്ചുമാനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കണം. അല്ലാതെ അവിടെ ഇവിടെയും കിടന്ന് ഓടി ഇതെല്ലാം മേടിച്ചു കെട്ടി വാരി വിഴുങ്ങി അവസാനമില്ലാത്ത രോഗങ്ങളെല്ലാം വീട്ടിലേക്ക് വലിച്ചു കയറ്റി വെക്കരുത് എന്നൊരു അഭ്യർത്ഥനയുണ്ട്. ഇനി അടുത്തൊരു മേഖല എന്ന് പറയുന്നത് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസാണ്. അപ്പോൾ മാനസിക രോഗം പോലെ നമുക്ക് തോന്നാം. അപ്പോൾ ഞാനൊരു വിഷയത്തെ സമീപിക്കുന്ന കൗൺസിലിങ്ങിൻ്റെ അകത്ത് ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലമായിട്ട് തന്നെയാണ്. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ അകത്തെല്ലാം ചില ലൂപ്പ് ഹോൾസ് ഉണ്ട്. എന്നുവെച്ചാൽ ചില മേഖലകളിൽ മാച്ചാവുന്നില്ല, കോൺസെപ്റ്റുകൾ തമ്മിൽ ചേരുന്നില്ല. അപ്പോൾ പിന്നീട് അന്നേരമാണ് നമ്മൾ ഒരു സ്പിരിച്വൽ ആംഗിളിൽ ഒരു വിഷയത്തെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ അവിടെ കർത്താവ് കൃത്യമായിട്ട് കാണിച്ചു തരും. അപ്പോൾ നമ്മൾ ആ മേഖലയിൽ അവർക്ക് സൗഖ്യം കൊടുക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് ഈ അടുത്ത കാലത്തൊക്കെ കാണുന്ന കൂടുതൽ കേസുകൾ പിള്ളേർ, ടീനേജേഴ്സ്, അതായത് ഒരു 7ാം ക്ലാസ്, 8ാം ക്ലാസ്, 9, 10, 11, 12 അല്ലെങ്കിൽ ഡിഗ്രി സ്റ്റുഡൻസ്, അവിടെയൊക്കെ മേഖലകളിലാണ്. അപ്പോൾ ഇന്ന് അങ്ങനെയുള്ള ഇത്തരം ധാരാളം പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, കർത്താവ് ഈ അടുത്ത കാലത്ത് എന്നെ പഠിപ്പിച്ച ചെറിയൊരു പൊടിക്കൈ കൊണ്ടുണ്ട്. അത് പിന്നെ മൂറോൻ തൈലമാണ്. മൂറോൻ തൈലം പ്രത്യേകമായിട്ട് നമ്മൾ വാങ്ങിയിട്ട് അത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ച്, ബൈബിളിൽ പറയുന്ന 5 സുഗന്ധ ദ്രവ്യങ്ങളുണ്ട്, അതോട് ചേർത്ത് പ്രാർത്ഥിച്ചു. കർത്താവ് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു. ആ പ്രാർത്ഥന ഞങ്ങൾ പ്രിൻ്റ് ചെയ്ത് ഇതിൻ്റെ കൂടെ കൊടുക്കും. എന്നിട്ട് ഇത്രയേ ഉള്ളൂ, നിങ്ങളത് 7 ദിവസം ദേഹത്ത് കുളി കഴിഞ്ഞിട്ട് ദേഹം തേച്ച് കുളിക്കുക. അപ്പം അങ്ങനെ വരുമ്പോൾ ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ ലേപനം ചെയ്യണം. ലേപനം ചെയ്ത് കഴിയുമ്പോൾ പ്രശ്നങ്ങൾ മാറും എന്ന് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തന്നു. അതനുസരിച്ച് ഞങ്ങൾ ചെറിയ രീതിയിൽ തുടങ്ങിയതാണ്. മനസ്സിലായല്ലോ. ആദ്യം ഒരു 2 ലിറ്റർ ഓയിൽ ഇതെല്ലാം മേടിച്ചു. അപ്പോൾ അതിനുശേഷം ചെറിയൊരു ഭരണി മേടിക്കാൻ വേണ്ടി പോയി, 2 ലിറ്ററിൻ്റെ. അപ്പോൾ ഞങ്ങൾ ഭരണിയൊക്കെ കണ്ടു. അന്നേരം ഈ പയ്യനല്ല, എൻ്റെ കൂടെ വേറൊരു പയ്യനാണ്. അപ്പോൾ അവനെ 2 ലിറ്ററിൻ്റെ ഭരണിയൊക്കെ കണ്ടെടുത്തിട്ട് അവൻ പറഞ്ഞു, വെച്ചാൽ ഇത് കറക്റ്റ് 2 ലിറ്റർ. അപ്പോൾ ഞാനിങ്ങനെ ചുമ്മാ നോക്കി നിൽക്കുക. അപ്പോൾ അങ്ങനെ വളരെ വേറെ ഷേപ്പുള്ള ഒരു ഡിഫറെൻറ്റ് ഒരു ഭരണി. ഞാൻ പറഞ്ഞടാ, ആ ഭരണി കണ്ടോ? അപ്പോൾ പറഞ്ഞു, ഇതേ കൊണ്ട് എൻ്റെ കൊണ്ടുപോയിട്ട് എന്നെ എടുക്കാണ്. ആകെപ്പാട് 2 ലിറ്റർ മേടിക്കും. അതിൻ്റെ മൂലയ്ക്ക് പോലും നനയാനുള്ള സാധനം നമുക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞടാ, എനിക്കത് ഇഷ്ടപ്പെട്ടു, കർത്താവ് ഇത് ഇഷ്ടപ്പെട്ടെന്നാണ് പറയുന്നത്. അപ്പോൾ കർത്താവിന് എന്തെങ്കിലും ഉദ്ദേശം കാണും. അപ്പോൾ അവസാനം അവൻ്റെ ഞാൻ ഇച്ചിരി സാമ്പത്തിക ഇച്ചിരി കൈവിട്ട് കളിക്കുന്ന ആളാണ്. അതുകൊണ്ട് എന്നെ നിയന്ത്രിക്കാൻ വേണ്ടി കൊച്ചനെ ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ അവൻ പറയും പറ്റുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാനങ്ങ് കാര്യം എന്നൊക്കെ പ്രായത്തിലും ഉണ്ടെങ്കിലും ഞാനങ്ങ് അമങ്ങും. ഹല്ലേലൂയ. ഇതുപോലെ ഭാര്യമാരും ഭർത്താക്കന്മാരും വീട്ടിലൊന്ന് ഒതുങ്ങിക്കൊടുത്താൽ എന്തെല്ലാം പ്രശ്നങ്ങൾ തീരുമായിരുന്നു ഇല്ലേ? നമ്മുടെ ഈ മസിൽ പിടുത്തമാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ 20 വയസ്സുള്ള 21 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ മുമ്പിൽ എനിക്ക് കുനിയാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവർ ഇതുപോലെ നമ്മളൊന്ന് താന്നു കൊടുത്താൽ എത്ര വലിയ അത്ഭുതമാണ് പ്രവർത്തിക്കുക. എന്നാലും ഭരണി 22 ലിറ്റർ 2 ലിറ്റർ മേടിക്കാൻ പോയി. ഞങ്ങൾ 22 ലിറ്ററുമായിട്ട് വലിയ ഭരണിയായിട്ട് അവൻ പറഞ്ഞു, ഞാൻ ഈ സാധനം തൊടുക, വേണമെന്നുകൊണ്ട് എടുത്ത് വെച്ചോണം, വേണമെന്നുകൊണ്ട് ഇറക്കിക്കോണം. പിന്നെ ഞാൻ തന്നെ ചുമന്ന് വണ്ടി കയറ്റി ഡ്രൈവ് ചെയ്തിട്ട് ഞങ്ങളുടെ സെൻറ്ററിൽ കൊണ്ടുവച്ച് കഴുകി എല്ലാം റെഡിയാക്കി എടുത്തു. പിന്നെ 2 ലിറ്ററെ തുടങ്ങി. ഇപ്പോൾ ഈ കഴിഞ്ഞ 4 മാസമേ ഉള്ളൂ ആ ശുശ്രൂഷ തുടങ്ങിയിട്ട്. ഇപ്പം 80 ലിറ്റർ ഈ ഓയില് പല ഭാഗത്തായിട്ട് കൊടുത്തു കഴിഞ്ഞു. അടുത്ത സെറ്റ് ഇപ്പോൾ ഇവിടെ ആൾക്കാരെ സൈഡിൽ വെച്ചിട്ടുണ്ട് 5 ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി. ഇതുപോലെ കർത്താവ് പ്രവർത്തിക്കും. അപ്പം ഞാനൊരു ചെറിയ സംഭവം പറയാം, പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. 7ാം ക്ലാസ് പഠിക്കുന്ന ഒരു കൊച്ച് സൈക്കോളജിക്കൽ പ്രോബ്ലമാണ് ഞങ്ങളുടെയൊക്കെ ഭാഷയിൽ. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ച് പെട്ടെന്ന് സ്കൂളിൽ പോക്ക് നിർത്തുന്നു, പഠിക്കുന്നില്ല, നല്ല പിടിക്കായിട്ട് പഠിച്ചു വരുന്ന കുട്ടിയാണ്. അപ്പോൾ നമ്മൾ പല കാരണങ്ങൾ പറയാം. അപ്പോൾ കൊച്ചിനെ അവിടുത്തെ വികാരിച്ചനെ കാണിച്ചു, അച്ഛൻ പ്രാർത്ഥിച്ചു,
1-2 ദിവസത്തോടെ കൊച്ചു പോയി. അതിനുശേഷം അച്ഛൻ ഇച്ചിരിയുടെ കൃപയുള്ള അച്ഛന് പരിചയമുള്ള വേറെ അച്ഛനെ പരിചയപ്പെടുത്തി ആ അച്ഛനടുത്ത് പോയി പ്രാർത്ഥിച്ചു. 3-4 ദിവസത്തോടെ കൊച്ച് സ്കൂളിൽ പോയി വീണ്ടും പോക്ക് നിർത്തി. അപ്പം അങ്ങനെ അവസാനം ഇവള് പള്ളിയിൽ പോലും പോകാതെയായി. ഞായറാഴ്ച വീട്ടിൽ നിന്ന് പുറത്തോട്ടിറക്കിയാൽ അവൾ പുറവശത്തെ വാതിലിലെ റബ്ബർ തോട്ടം അതിനകത്തോട്ട് പോയി കറങ്ങി വന്നിട്ട് അവളുടെ കട്ടലിനെ കയറി കിടക്കും. ആരും അറിയില്ല. കുർബാന കഴിയുമ്പം എന്ന സമയമൊക്കെ ആകുമ്പോൾ ഇവള് പതുക്കെ എഴുന്നേറ്റ് വരും, പ്രത്യക്ഷപ്പെടും. അപ്പോൾ അങ്ങനെ അവസാനം അമ്മ പിടിച്ചു. അപ്പോൾ അവസാനം അപ്പനും അമ്മ ഈ കൊച്ചിനെ തല്ലാൻ തുടങ്ങി. അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറി. കൊച്ചിങ്ങനെ വയലൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സഹോദരി എന്നെ വിളിച്ചു. അപ്പോൾ കുറേ പ്രശ്നങ്ങൾ ഇതിനു മുമ്പ് ഞങ്ങൾ പരിഹരിച്ചു കൊടുത്തതാണ്, നേഴ്സാണ്. അപ്പോൾ അവൾ എന്നെ വിളിച്ചു വെച്ചാൽ ഇങ്ങനെ വലിയ പ്രശ്നം ഞങ്ങൾ നേരിടുവാണ്, തല്ലും എല്ലാ ബഹളവും ഉണ്ട്, പക്ഷെ ഒരു പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാകും. അപ്പോൾ കർത്താവ് ഇങ്ങനെ സന്ദേശം പറഞ്ഞു, തൈലം കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ചോദിച്ചാൽ നമ്മളിങ്ങനെ ഈ അടുത്ത നാളിൽ ഉണ്ടാക്കിയൊരു തൈലമാണ്. ഞാൻ എൻ്റെ പ്രാർത്ഥനയൊന്നും പ്രിൻറ്റ് ചെയ്തിട്ടില്ല, തൽക്കാലം വാട്സപ്പിൽ അതിൻ്റെ ടെക്സ്റ്റ് കിടപ്പുണ്ട്, ഞാൻ നിനക്ക് അയച്ചു തരാം, നീ എന്തായാലും കൊണ്ടുവന്ന് ഈ തൈലം ഈ കൊച്ചിനെ ദേഹത്തെ പുരട്ടാൻ പറഞ്ഞു. 7 ദിവസം, ചൊവ്വ വെള്ളി ദിവസങ്ങൾ. അപ്പം അങ്ങനെ തൈലം കൊടുത്തു. ഈ ചേച്ചി നേഴ്സ് നമ്മൾ ഈ കൊച്ചിനെ ഞാൻ പറഞ്ഞു കുളിക്കുന്ന സ്ഥലത്ത് ബാത്റൂമിലോ എല്ലാം കൊണ്ടുവന്ന് ഇരുത്തിക്കൊണ്ട് ആണ് ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ അവൾ ബാത്റൂമിലേക്ക് കൊച്ചിനെ കൊണ്ടുപോയി ഇവളെ പിടിച്ചിരുത്തി കസേരയിൽ. ദേഹത്തോട് തേക്കാൻ നോക്കിയപ്പോൾ ദേഹത്ത് എന്ത് ചെയ്താൽ അമ്മയെ കൊണ്ട് തൊടിക്കുകയാണ്. ഭയങ്കര അലർച്ചയും ബഹളമാണ്. അപ്പം അതിപ്പോൾ പിന്നെ മൂത്ത ആങ്ങളെ അങ്ങോട്ട് വിളിച്ചിട്ട് ഈ അമ്മ ഈ കൊച്ചിനെ ഒരു പ്ലാസ്റ്റിക് കസേരയിൽ ബാത്റൂമിൻ്റെ അകത്ത് പിടിച്ചു കെട്ടിയിട്ടിട്ട് ഈ ദേഹം മുഴുവൻ തൈലം പൂശി പ്രാർത്ഥനയുണ്ട്. കയ്യ് കാല് കണ്ണിങ്ങനെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് ഈ കൊച്ചിൻ്റെ നെഞ്ചത്ത് വലിയൊരു കുരിശം കൊണ്ട് വരയ്ക്കുന്നൊരു അവസാനമാണ്. ഈ വര അങ്ങോട്ട് തഴിയുകയും കൊച്ചു ബോധം കെട്ടതേ ഈ കസേര ഇരിക്കുക, തളർന്നിങ്ങനെ കിടക്കുക. അപ്പോൾ അവളെ പേടിച്ചു. അവളെ പെട്ടെന്ന് തന്നെ വിളിച്ചു, മോളെ നീ പേടിക്കണ്ട, കർത്താവ് ഇടപെട്ടിട്ടുണ്ട്, ആ കൊച്ചിൻ്റെ കെട്ട് ഇന്ന് തന്നെ കുറേയേറെ അഴിഞ്ഞിട്ടുണ്ട്. പിറ്റേ ദിവസം പിന്നെ വെള്ളിയാഴ്ച രണ്ടാമത്തെ അഭിഷേക ശുശ്രൂഷ, വലിയ കുഴപ്പമില്ല. മൂന്നാമത്തെ ദിവസമായപ്പോൾ ആൾ മിടുക്കിയായി. 4, 5, 6, 7 ഫോർമാലിറ്റി കണ്ട് ചെയ്തതേ ഉള്ളൂ. എല്ലാ ദിവസവും കൊച്ചു സ്കൂളിൽ പോകാൻ തുടങ്ങി. ഹല്ലേലൂയ. അത് മാത്രമല്ല, ക്രിസ്മസിന് മുമ്പുള്ള 3 മാസം സ്കൂളിൽ പോകാത്ത കൊച്ച് ക്രിസ്മസിന്റെ പരീക്ഷയ്ക്ക് എല്ലാം നല്ല മാർക്കോടെ ജയിക്കുകയും ചെയ്തു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇതാണ് കർത്താവിൻ്റെ ശൈലി. ഇതാണ് നമ്മൾ തിരിച്ചറിയണം. ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിലെ പഠന തടസ്സം, ജോലി തടസ്സം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊക്കെ നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു മേഖലയും ഇത് തന്നെയാണ്. എനിക്ക് തന്നിരിക്കുന്ന സമയം ഇങ്ങനെ തരികയാണ്. അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് പോയിനോട് പറഞ്ഞു നിർത്താണ് പൊസഷൻ ഓഫ് പ്രോപ്പർട്ടി. അപ്പോൾ നമ്മൾ വാങ്ങുന്ന ചില സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും തിന്മയുടെ സാന്നിധ്യം നമ്മുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരാം. അതുകൊണ്ട് ആത്മീയ ഉപദേഷ്ടാക്കളോട് ഉപദേശം നമുക്ക് ചോദിച്ചിട്ടേ നമ്മൾ ചില സ്ഥലങ്ങളൊക്കെ മേടിക്കുമ്പോൾ ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ തെണ്ടി കുത്തുവാളെടുക്കുന്ന ധാരാളം വ്യക്തികളെയും ജീവിതങ്ങളെയും ഒത്തിരി കണ്ടിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത്. നമ്മൾ പ്രാർത്ഥിച്ച് വിശുദ്ധീകരിച്ച് സ്ഥലം തിരഞ്ഞെടുക്കാവുള്ളൂ. കർത്താവിൻ്റെ സാന്നിധ്യം അവിടെ വരണം. അപ്പോൾ ഞങ്ങൾ നാളെ പോകാൻ പോകുന്നത് തക്കലയിലാണ്. ഇന്നിവിടെ തൃശ്ശൂർ, നാളെ തക്കലയിൽ. തക്കലയല്ല, മാർത്താണ്. എൻ്റെ ഒരു കൂട്ടുകാരൻ അച്ഛൻ വിളിച്ചിട്ടാണ് ഞങ്ങളവിടെ പോകുന്നത്. അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുകയില്ല. വീട്ടിലെ ആളുകൾ പുറത്തേക്ക് ഇറങ്ങിയാൽ ഉടനെ വീട്ടിലെ കഥകളെല്ലാം അകത്തുനിന്ന് കുറ്റിയിടും. കേട്ടിട്ടുണ്ടോ? അകത്തുനിന്ന് കുറ്റിയിടും വീടിൻ്റെ മുറികളെല്ലാം. പിന്നെ അവർക്ക് വീട് ചവിട്ടി പൊളിച്ചാലല്ലാതെ അകത്ത് കയറാൻ പറ്റുക. ഇങ്ങനത്തെ ഒരു വീടിനെ ശുശ്രൂഷിക്കാണ്ടാണ് എൻ്റെ പൊന്നു സഹോദരങ്ങളെ ഞങ്ങൾ നാളെ പോകുന്നത്. ജീവനോട് തിരിച്ചു വരുമോ എന്ന് ഉറപ്പൊന്നുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറയുന്നത്, പ്രാർത്ഥിക്കണം. മനസ്സിലാകുന്നു? ഇതുപോലെ കർത്താവ് കഠിനമായ തീവ്രമായ ശുശ്രൂഷകളെ ഏൽപ്പിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ വീണ്ടും ഓർക്കണം. പിന്നെ ബ്രദറൊക്കെ കരിയുവാണെങ്കിൽ വീണ്ടും ഞാനവിടെ വരും കേട്ടോ. നമുക്ക് പിന്നെയും കാണാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.